Hello students, we have been discussing about equation of planes in three-dimensional space. Now we are going to do a problem of finding the equation of a plane through a point 1, minus 1, 3 and parallel to the plane 3x plus y plus z equal to 7. To find the equation of a plane, we need a point, say x0, y0, z0. And a normal to the plane AI plus BJ plus CK. Then the equation of the plane is written as coefficients of normals are coefficients of xy and z. AX plus BY plus CZ equal to, the constant is obtained by substituting the coordinates of the points. Point AX0 plus BY0 plus CZ0. ഇങ്ങനെയാണ് നമ്മൾ പ്ലെയിനിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. n bar dot p naught p. p naught is this point, p is any point of the plane. ഓർമ്മ ഉണ്ടാവും. ഇങ്ങനെ ഇതാണ് പ്ലെയിന്, പ്ലെയിനിന്റെ നോർമൽ, ഇത് n bar. Then p naught is a point of the plane, any point of the plane. p naught is any point of the plane. Then pxyz is pxyz is any point of the plane and p naught is the given point. n bar പ്ലെയിനിന്റെ നോർമൽ ആണ്, എല്ലായിടത്തും നോർമൽ ആണ്. അപ്പോൾ p naught എന്ന് പറയുന്ന പോയിന്റിൽ നോർമൽ ആണ്. ഈ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഇത് ഓർത്തിരുന്നാലും മതി. അല്ലെങ്കിൽ n bar dot a പ്ലസ് ബി ജെ പ്ലസ് സി കെ, ബി നോട്ട് പി എന്ന് പറയുന്നത് എക്സ് നോട്ട് വൈ നോട്ട് ഇസഡ് നോട്ടും എക്സ് വൈ ഇസഡും കോർഡിനേറ്റ്സ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. പി നോട്ട് പി അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഐ, വൈ മൈനസ് വൈ നോട്ട് ജെ പ്ലസ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് കെ എന്നുള്ളതാണ്. അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താണ് നമുക്ക് റിസൾട്ട് ഒക്കെ കിട്ടുന്നത്. ഇനി ഇവിടെ എന്താ തന്നിരിക്കുന്നത്? പ്ലെയിനിലെ പോയിന്റ് ഉണ്ട്, പ്ലെയിനിന്റെ നോർമൽ തന്നിട്ടില്ല, പക്ഷെ കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. The plane is parallel to the plane. ഈ പ്ലെയിന് പാരലൽ ആയിട്ട് ഇതിന് താഴെ വേറൊരു പ്ലെയിനാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഇത് രണ്ടും പാരലാണ്, ഇതിന്റെ പൊക്കത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നോർമൽ എന്ന് തന്നെ പറയുന്നത് തന്നെയാണ് ഇതിന്റെ നോർമൽ. നോർമൽ ടു 3x plus y plus z equal to 7 is ax plus by plus cz എന്ന് എഴുതിയപ്പോൾ a plus bj plus ck അതിന്റെ നോർമൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഈ പ്ലെയിന്റെ ഇവിടെ തന്നിരിക്കുന്ന പ്ലെയിന്റെ നോർമൽ 3i plus j plus k. അപ്പൊ നമ്മുടെ പ്ലെയിനും ഈ പ്ലെയിനും പാരലാണ്. റിക്വയർഡ് പ്ലെയിൻ പാരലൽ ടു എബോവ് പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിന് പാരലാണ്. സോ n bar നോർമൽ ടു required plane, normal to the required plane. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പ്ലെയിനിന്റെ നോർമൽ അപ്പൊ എന്തായിരിക്കും? n bar ഈക്വൽ ടു സെയിം ആണ്, 3i plus j plus k എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ എ 3, ക്യാപിറ്റൽ ബി 1, ക്യാപിറ്റൽ സി 1 എന്ന് ഉറപ്പായി. Then a point of the plane x0, y0, z0 നമുക്കറിയാം. സോ equation of the plane is ax 3x, നല്ല ഇക്വേഷൻ എഴുതുന്നത് നല്ലതാണ്. ax plus by plus cz equal to ax0 plus by0 plus c. ഇക്വേഷൻ കാണാതെ പഠിച്ച് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 3x plus y plus z equal to 3 into x0 എത്രയാ? 1 plus b equal to 1 into y0 equal to minus 1 plus c equal to 1 into z0 equal to 3. ഇത് 3 minus 1 plus 3. 3 3 6 minus 1 5. That is 3x plus y plus z equal to 5 is the equation of that plane, which is parallel to 3x plus y plus z equal to 7 and passing through 1 minus 1 3. This is the method of finding equation of planes parallel to a given plane.
Next we have to find the equation of a plane passing through 2, 4, 5 and perpendicular x equal to 5 plus t, y equal to 1 plus 3t and z equal to 4t. Here we have to understand what is the equation of a line. We have written the equation of a line assuming a given point x naught, y naught, z naught of the line and a direction parallel to the line v1i plus v2j plus v3k. പ്ലെയിനിൽ ഒരു പോയിന്റും അതിന്റെ നോർമലിന്റെ ഡയറക്ഷനുമാണ്. ഇത് ലൈനിലാകുമ്പോൾ ഒരു പോയിന്റും അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ഡയറക്ഷനുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Then equation of the line is written as x equal to x naught plus t into v1. അപ്പോൾ ഈ പാരലൽ ഡയറക്ഷന്റെ കോഎഫിഷ്യന്റ് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. y equal to y naught plus t into v2, z equal to z naught plus t into v3. അപ്പോൾ ടിയുടെ കൂടെ വരുന്നതാണ് ഈ പാരലൽ ഡയറക്ഷന്റെ കോഎഫിഷ്യന്റിനെ തരിക. ടിയുടെ കൂടെ വരുന്ന v1i plus v2j plus v3k is a direction parallel to the line. അപ്പോൾ x equal to 5 plus t, y equal to 1 plus 3t, z equal to 4t എന്നുള്ളതിൽ നിന്ന് ഡയറക്ഷൻ parallel to the line, direction parallel to the given line. ഈ ലൈന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് അതിൽ നിന്ന് ടിയുടെ കോഎഫിഷ്യൻസ് നോക്കിയിട്ട് എഴുതാം. എക്സിൽ കാണുന്നത് ഐയുടെ കൂടെ കൊടുക്കുക. അപ്പോൾ എക്സിൽ കാണുന്ന 1i പ്ലസ് വൈയിൽ കാണുന്ന 3j, സെഡിൽ കാണുന്ന 4 പ്ലസ് 4k. ദിസ് ഇസ് ദ ഡയറക്ഷൻ പാരലൽ ടു ദ ലൈൻ ആൻഡ് we have to find the equation of the plane through 2, 4, 5 and perpendicular to the line. ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ പ്ലെയിനിന്റെ നോർമൽ എന്നായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നോർമലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, i plus 3j plus 4k. പ്ലെയിനും ഈ ലൈനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോൾ പ്ലെയിനും ലൈനും പെർപെൻഡിക്കുലർ ആണ്. ഇഫ് ദിസ് ഈസ് ദ പ്ലെയിൻ, ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സോ ദ ലൈൻ ഈസ് ദ നോർമൽ. ആ ലൈനാണ് നോർമൽ. അപ്പോൾ ആ ലൈനിന്റെ പാരലൽ ഡയറക്ഷൻ അതാണ് നമ്മളുടെ ലൈനിന്റെ നോർമൽ. സോ നോർമൽ i plus 3j plus 4k and n bar equal to i plus 3j plus 4k is normal to required plane. നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്ലെയിന്റെ നോർമൽ ഇതാണ്. നോർമൽ ടു required plane passing through the given point 2, 4, 5. passing through 2, 4, 5. 2, 4, 5 ആണ്. അപ്പോൾ അവിടുത്തെ x naught, y naught, z naught ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. Then equation of the plane is ax plus by plus cz equal to ax naught plus by naught plus cz naught എന്നുള്ളതാണ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് x plus 3y plus 4z equal to a equal to 1 and x naught equal to 2, b equal to 3 and y naught equal to 4, c equal to 4 and y naught equal to 5. So the constant is 20, 12, 2, 34. x plus 3y plus 4z equal to 34 എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്ലെയിനിന്റെ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് നിങ്ങൾക്ക് നേരത്തെ തന്നിരുന്ന നോട്ടിൽ 12ാമത്തെയും 13ാമത്തെയും പേജിലായിട്ട് കാണുന്നുണ്ട്. 13ാമത്തെ പേജിൽ ഒരു 3 പ്രോബ്ലംസ് അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ചെയ്തതുപോലെയുള്ള റെപ്പറ്റീഷൻസ്, കഴിഞ്ഞ ക്ലാസ്സിലും ഇപ്പോൾ ചെയ്തതായിട്ടുള്ള റെപ്പറ്റീഷൻസേ ഉള്ളൂ. 13 മുതൽ 17 വരെയുള്ള പേജുകളിൽ ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് തന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള അസൈൻമെന്റ് പ്രോബ്ലംസും ഇപ്പോൾ ഞാൻ പുതിയതായിട്ട്
13ാമത്തെ പേജിലുണ്ടെന്ന് പറഞ്ഞ പ്രോബ്ലംസും ആണ് 17ാമത്തെ പേജ് വരെ ചെയ്തിരിക്കുന്നത്. നിങ്ങളത് നോക്കുക, സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. Now we can see when do we say that two planes are parallel. രണ്ട് പ്ലെയിൻസ് എപ്പോഴാണ് പാരലൽ ആകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. If this is a plane and this one is parallel to the first plane, 3 dimensional നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇത് ഈ പ്ലെയിൻ്റെ നോർമൽ n ബാർ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് പാരലാണ് ഞാൻ ഈ താഴെ വരച്ചിരിക്കുന്നെങ്കിൽ ഇത് തന്നെയാണ് ഇതിന്റെ നോർമൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ഇതിന്റെ നോർമൽ. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഇതിന്റെ നോർമൽ. നോർമലിന്റെ ഡയറക്ഷൻ പറയുമ്പോൾ വെക്ടർ നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് n ബാർ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. n ബാറിന്റെ ഒരു മൾട്ടിപ്പിൾ 2i പ്ലസ് 5j പ്ലസ് 7k ആണെങ്കിൽ 5 ഇൻറ്റു 2i പ്ലസ് 5j പ്ലസ് 7k എന്ന് പറയുന്നതും ഈ നോർമലിന്റെ ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് രണ്ട് പ്ലെയിൻസ് പാരലൽ ആണ് എന്ന് പറയാൻ, ടു പ്ലെയിൻസ് ആർ പാരലൽ എന്ന് നമുക്ക് പറയണമെങ്കിൽ, ടു പ്ലെയിൻസ് ആർ പാരലൽ എന്ന് നമുക്ക് പറയണമെങ്കിൽ ആദ്യത്തെ പ്ലെയിൻ്റെ നോർമല് n1 ബാറും രണ്ടാമത്തെ പ്ലെയിൻ്റെ നോർമല് n2 ബാറും ആണെന്നിരിക്കട്ടെ. n1 ബാർ ഈക്വൽ ടു n2 ബാർ എന്ന് പറയണ നിർബന്ധം ഇല്ല, അതും ആകാം. n1 ബാർ ഈക്വൽ ടു k n2 ബാർ, തിരിച്ചും പറയാം കേട്ടോ. n2 ബാർ ഈക്വൽ ടു k n1 ബാർ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. n2 ബാർ ഈക്വൽ ടു k n1, ഇത് രണ്ടും ഒരു കാര്യം തന്നെയാണ്. ഈ k ഒന്ന് മാറ്റി കൊടുക്കുന്ന കാര്യമേ ഉള്ളൂ. ഓർ n1 ബാർ ഈക്വൽ ടു k n2 ബാർ. അതാണ് പാരലൽ പ്ലെയിൻസിന്റെ ഒരു ഐഡിയ. നമ്മൾ പാരലൽ പ്ലെയിൻസ് പറയാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞേ. അപ്പോൾ പ്ലെയിൻസ് പാരലൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പാരലൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, രണ്ട് പേപ്പർ എടുത്ത് പിടിച്ചാൽ, പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരലായിട്ടും പിടിക്കാം അല്ലാതെയും പിടിക്കാം. പാരലൽ അല്ലാതെ പിടിച്ചാൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആണ്, ഇതിങ്ങനെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ആണ്, എല്ലാ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. പാരലൽ അല്ലെങ്കിൽ എന്നാ സംഭവിക്കും? പെർപെൻഡിക്കുലർ ആണെന്നല്ല, അവർ തമ്മിൽ ചെരിഞ്ഞിരിക്കുന്നെങ്കിലും അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യും. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ടേബിളിന്റെ പൊക്കത്തിൽ നിങ്ങൾക്ക് വേറൊരു ബുക്ക് എടുത്ത് പിടിക്കാം, പാരലായിട്ട് പിടിക്കാം. പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് പിടിച്ചാൽ ഇന്റർസെക്ട് ചെയ്യും, പെർപെൻഡിക്കുലർ അല്ല നിങ്ങൾ ചെരിച്ച് പിടിച്ചാലും അത് ഇന്റർസെക്ട് ചെയ്യും എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ പാരലൽ അല്ലാത്ത പ്ലെയിൻസ് ഒക്കെ ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലൈൻസ് പാരലൽ ആണെങ്കിൽ ഇന്റർസെക്ട് ചെയ്യത്തില്ല. പാരലൽ അല്ലാന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഇതെങ്ങനെയാണ് പെർപെൻഡിക്കുലർ? പാരലൽ അല്ലാത്തെല്ലാം പെർപെൻഡിക്കുലർ ആവണമെന്നില്ലല്ലോ, ഇങ്ങനെ ആകാമല്ലേ. ലൈൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ പ്ലെയിൻസിന്റെ കാര്യവും. അപ്പോൾ അവർ ഇന്റർസെക്ട് ചെയ്തപ്പോൾ എന്താ കിട്ടി? ഒരു പോയിന്റ് കിട്ടി. അതുപോലെ 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്തപ്പോൾ ഒരു പോയിന്റ് കിട്ടിയതുപോലെ പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇന്റർസെക്ഷൻ ഓഫ് പ്ലെയിൻസ് ഈസ് എ ലൈൻ. സോ വി സ്റ്റഡി അബൌട്ട് ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഇത് പഠിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. ആദ്യത്തെ പ്ലെയിൻ്റെ നോർമൽ n1 ബാറും രണ്ടാമത്തെ പ്ലെയിൻ്റെ നോർമൽ n2 ബാറും ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ലൈൻ ഓഫ് ഇന്റർസെക്ഷന്റെ ഇറ്റ് ഈസ് എ ലൈൻ. അപ്പോൾ ലൈനിന്റെ ഇക്വേഷൻ പറയാൻ നമുക്ക് ലൈനിലെ ഒരു പോയിന്റും ലൈന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനും ആണ് നമുക്ക് വേണ്ടത്. ലൈൻ ഓഫ് ഇന്റർസെക്ഷന്റെ ഡയറക്ഷൻ n1ഉം n2ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലെയിൻസിന്റെ ലൈൻ ഓഫ് ഇന്റർസെക്ഷന്റെ ഡയറക്ഷൻ n1 ബാർ ക്രോസ് n2 ബാർ എന്നുള്ളതാണ്. n1 ബാർ ക്രോസ് n2 ബാർ ആണ് ലൈൻ ഓഫ് ഇന്റർസെക്ഷന്റെ ഡയറക്ഷൻ. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു ഡയറക്ഷൻ അല്ലെ n1 ബാർ ക്രോസ് n2 ബാർ വിൽ ബി പാരലൽ ടു ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ. അപ്പോൾ ലൈന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷൻ കിട്ടി. ഇനി ലൈനിൽ ഒരു പോയിന്റ് കൂടെ കിട്ടിയാൽ നമുക്ക് ആ ലൈനിന്റെ ഇക്വേഷൻ പറയാൻ സാധിക്കും. We find the line of intersection of the planes 3x minus 6y minus 2z equal to 15 and 2x plus y minus 2z equal to 5. ആദ്യത്തേതിൽ നോക്കി n1 ബാർ നോർമൽ എഴുതാം, രണ്ടാമത്തേതിൽ നോക്കിയാൽ n2 ബാർ നോർമൽ നമുക്ക് എഴുതാം. n1 ബാർ ക്രോസ് n2 ബാർ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. 14i പ്ലസ് 2j പ്ലസ് 15k എന്ന് കിട്ടും. അപ്പോൾ ലൈൻ ഓഫ് ഇന്റർസെക്ഷന്റെ ഡയറക്ഷൻ ആയി. ഇനി ഈ ലൈൻ പോയിന്റ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ z 0 എന്ന് കൊടുക്കുന്നു. 3x minus 6y equal to 15, 2x plus y equal to 5. സോൾവ് ചെയ്യുമ്പോൾ x3 y minus 1 കിട്ടും. 3 minus 1 0 പോയിന്റ് 14i
പ്ലസ് 2j പ്ലസ് 15k ഡയറക്ഷനുമായിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ x ഈക്വൽ ടു 3 പ്ലസ് 14t y ഈക്വൽ ടു -1 പ്ലസ് 2t z ഈക്വൽ ടു 15t.